ഏതായാലും ഒരു വിരുദ്ധ ശക്തികൾ ഇവിടെ ഇദ്ദേഹത്തിനെതിരായിട്ട് സുധാകരനെതിരായിട്ടുണ്ട് എന്നുള്ള നേര് തന്നെ. ആ ശക്തികൾ ആരായാലും ആരെ ഇനി കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇപ്പോഴത്തെ പരിസ്ഥിതി ഒന്നാമതിൽ യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവരെ അതിനേക്കാൾ വലിയ യുദ്ധം കോൺഗ്രസ് നടത്തണം. നേതാക്കന്മാരായിട്ട് നമുക്ക് യുദ്ധം മാറ്റാൻ. ഈ സിന്ദൂർ യുദ്ധത്തിനേക്കാൾ വലിയ യുദ്ധമാണ് സുധാകർ. മാത്രമല്ല ഈ ചങ്ങലക്ക് പഴാന്ന് പിടിച്ചാൽ എന്ത് ചെയ്യും? ഈ ആനെ തുളത്തി കിട്ടേണ്ടത് ചങ്ങല കൊണ്ടാണ്. ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? കേന്ദ്ര നേതാക്കന്മാർക്ക് പോലെ ഒരു തീരുമാനം എടുക്കാതെ അവർ തന്നെ ഗ്രൂപ്പ് കളിക്കുന്നില്ലേ? ഇപ്പം നമ്മളൊക്കെ അരിയാഹാരം കഴിച്ച് കഴിയുന്നവരല്ലേ, നമുക്കൊക്കെ കാണാനും കണ്ടാലും ഒക്കെ മനസ്സിലാവുകയും. കേന്ദ്ര നേതാക്കന്മാർ വരെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്രയിച്ച് എന്നെ സന്തോഷമായിട്ടൊക്കെ പറഞ്ഞു വിട്ടെന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടോ. ആരെ? സുധാകരനാണ്. ഒരു മാറ്റമില്ല. ഇപ്പൊ മാറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാം അപ്പുറം നേരെ ബ്രഹ്മവച്ചോണ്ടിരിക്കുകയെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എന്തുമാട്ടെ മാറ്റം ഇവിടെ ഉണ്ടായാൽ അതിന്റെ അർത്ഥം കോൺഗ്രസിനെ ആണിയടിച്ച് കുഴിച്ചിട്ട് ആണിയടിച്ച് നശിപ്പിക്കാൻ പോകുന്ന ശക്തികളാണ്. അവരെല്ലാം അധികാര ദുർമോഹമായിരിക്കും അവർക്ക്. ഈ അധികാര ഉന്മോഹത്തിന്റെ പേരിൽ അവർക്ക് കിട്ടുന്ന നേട്ടമുണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ പിണറായി വിജയൻ തുടർന്നും ഇന്നത്തേക്കാൾ അതിശക്തനായി ഇരട്ടനില്ല അതിൽ കൂടുതൽ ചങ്കോടുകൂടി കേരളം ഭരിക്കാനുള്ള ഒരവസരം ഒന്നുകൂടെ വെട്ടിത്തെളിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. വേണുഗോപാല എന്താണ് നടത്താത്തത്? വീടെല്ലാം അടി കൂടെ എന്തെല്ലാം പണിയണമെന്ന് നമുക്ക് വല്ല അറിയാമോ? മുകളിൽ കൂടെ കാണുന്നതും വായുവിൽ കൂടി പറയുന്നതല്ലേ നമുക്ക് അറിയാനൊക്കെ ഉള്ളു. അടിയിൽ കൂടെ ആർക്കിട്ടല്ല എന്തെല്ലാം ഇവർ പണിയുന്നുണ്ടെന്ന് ഇതുപോലെ പണിയുന്ന ആളുകൾ കോൺഗ്രസിലല്ല വേറെ എവിടെയുണ്ടോ? ഞാൻ എത്ര ഗ്രൂപ്പുണ്ടെന്ന് അറിയാൻ പാടില്ല. ആർക്കല്ല എന്തെല്ലാം ആകണമെന്ന്. ചിലർക്ക് അടൂർ പ്രകാശനാക്കണം, ചിലർക്ക് എന്താണ് ബെന്നി ബെഹ്റാനെ ആക്കണം. ഇങ്ങനെ ഓരോരുത്തരും വേണ്ടി ഓരോരുത്തരും ഓരോ കോൺഗ്രസ്സുകാരനും ഇപ്പൊ KPCC പ്രസിഡന്റ് ആകാൻ നടക്കുകയാണ്. സണ്ണി ജോസഫ് കണ്ണൂര്. അങ്ങനെ ഒരു സാധനത്തിന് ആർക്കും പോലും അറിയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും മത്സരിക്കണം. പക്ഷെ കൊള്ളാവുന്നതിന്റെ പേരാരും പറയുന്നില്ല. ഞാനിവിടെ ഇന്നും പബ്ലിക്കിലിട് മുരളിയുടെ പേര് പറഞ്ഞാൽ ആർക്കെങ്കിലും എടുക്കാൻ സാധിക്കുമോ? മിടുക്കരാരും KPCC പറയുന്നില്ല. അതാരും എന്തേ പറയാത്തത്? കാരണം ഇവർക്കെല്ലാം വേണ്ടത് പനിനീർ ശെൽവങ്ങളെ വേണ്ടത്. ആ പനിനീർ ശെൽവമായി കിട്ടാൻ പലരും കിട്ടുകയാണ്. പനിനീർ ശെൽവമായി കിട്ടുന്നത് ചാളിക്കടിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ കുഞ്ഞിരാമന്മാരെ വേണം ഇവിടെ പലർക്കും, നേതാക്കന്മാർക്ക്. കുഞ്ഞിരാമന്മാർക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾ ആന്റി കിഞ്ചി വാണി എന്നൊക്കെ പറഞ്ഞ് ഓരോ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഓരോരുത്തരുടെയും താല്പര്യം സംരക്ഷിക്കാനുള്ള കുഞ്ഞിരാമന്മാരെയാണ് അവർ കൊണ്ടിരുന്നത്. പ്രഗത്ഭരും മിടുക്കരും കേരളത്തിൽ നല്ല കഴിവ് തെളിച്ചിട്ടുള്ളതുമായ KPCC പ്രസിഡന്റുമാരെന്നുണ്ട്. അവരുടെ ആരും പേര് പറയുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ സർവനാശം. സുധാകരൻ KPCC അധ്യക്ഷനായ ശേഷം കോൺഗ്രസിന് വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ പ്രഗത്ഭനായ രീതിയിൽ കൊണ്ടുപോയി എന്നാണ് വിലയിരുത്തുന്നുണ്ട്. എന്താണ് സംശയം? കൊണ്ടുപോയതുകൊണ്ടല്ലേ ഈ സീറ്റെല്ലാം കിട്ടിയത്. അല്ലെങ്കിൽ സീറ്റ് കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച്. സുധാകരൻ തോറ്റുപോകുന്ന എല്ലാവരും പറഞ്ഞല്ലേ, രോഗിയാണ്, അപ്പടിയാണ് ഇപ്പടിയാണ്, നടക്കാനെന്ന് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് 1.25 ലക്ഷത്തിന് മേലെ വോട്ടിനാണ് ആ മനുഷ്യനെ അവിടെ ജയിച്ചത്. വോട്ട് ചെയ്തവരെല്ലാം മണ്ടന്മാരായിട്ടാണ് വോട്ട് ചെയ്തത്. നമ്മൾ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അസസ് ചെയ്യണം. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമാണ്. ആ കേന്ദ്രങ്ങളിൽ വരെ അയാൾക്ക് വോട്ട് കിട്ടി. അയാൾ പാർലമെന്റിൽ ഇരുന്നാലേ കൊള്ളാവുന്ന ആണെന്നതിൽ അയാളെ സെലക്ട് ചെയ്യാൻ അവിടുത്തെ പാർട്ടി അനുഭാവം തയ്യാറായി. അതിൽ സുധാകരൻ വെറും 6ാം നേതാവായിട്ട് കാണരുത്. താൻ 1ാം നേതാവാണെന്ന് കാണിച്ച് തെളിയിച്ചു കൊടുത്തില്ലേ? ആന്റണി എന്ത് കാണിച്ചു?
നിങ്ങൾ ആന്റോ ആന്റണി നിൽക്കുന്ന പാർലമെന്റ് നിയോജകത്തിന് ഒരാളെങ്കിലും ജയിച്ചോ? ഒറ്റ കോൺഗ്രസ്സുകാരനില്ല. ആന്റോ ആന്റണി എത്ര വോട്ട് കിട്ടി? ഐസക് സാറിന് എത്ര വോട്ട് കിട്ടി? അതേസമയത്ത് ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് എത്ര വോട്ട് കിട്ടി? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ അറിയാം ഈ ആന്റോ ആന്റണിയുടെ പ്രാഗൽഭ്യം എത്ര ഉണ്ടെന്ന്. 6 നില പൊട്ടിത്തെറിച്ചാണ്.